എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെ എക്കണോമിക്സിലെ തകൃതിയായിട്ട് ക്ലാസ്സുകൾ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. SCERT NCERT ഒക്കെ ബേസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒപ്പം പഠിച്ചു വരുന്നുണ്ട്, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുന്നുണ്ട്. ക്ലാസ് തരുന്നതിൽ ഒരു പ്രയോജനം തിരിച്ച് ഞാനും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, റിസൾട്ടിലൂടെ എനിക്ക് ലഭിച്ചേ പറ്റൂ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതമാണ് എന്നുള്ളതൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, അനാവശ്യ ടൈമുകളൊക്കെ കളയുന്നതൊക്കെ ഒഴിവാക്കി. ഇനി അറിയാം, ഫെബ്രുവരി ആയി. ഇനി ഫെബ്രുവരി ആയിക്കഴിഞ്ഞാൽ പൂരങ്ങളുടെയും ഒക്കെ കാലമാണ് അല്ലേ. ഇനി അതിൻ്റെ പിന്നാലെ നിന്ന് സമയമൊന്നും കളയാതെ പോകണം കേട്ടോ. അതായത് എല്ലാറ്റിനും പോകാതെ എല്ലാം ഒഴിവാക്കിയിട്ട് ഇരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതൊക്കെ നമുക്ക് ഒരുപാട് സ്ട്രെസ് തരുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ റിലാക്സ് ചെയ്യേണ്ട സമയത്തൊക്കെ നല്ല രീതിയിൽ റിലാക്സ് ചെയ്യുക. അനാവശ്യമായിട്ട് ഒരു ദിവസം ഫുള്ളും കളയരുത്. 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനൊന്നും ചെയ്യുക, റിലാക്സ് ചെയ്യണം കേട്ടോ. നമ്മുടെ മൈൻഡിനും എന്ത് ചെയ്യണം, നല്ല ആരോഗ്യം കൊടുത്തേ പറ്റൂ. എന്നിട്ട് നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. നമ്മൾ ഇന്ന് എടുക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. RBIയുടെ ക്ലാസ് ആണ്. നമ്മൾ എക്കണോമിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാതും കഴിഞ്ഞു അല്ലേ. ആ ടോപ്പിക് ബേസ് ചെയ്തിട്ട് എക്കണോമിക്സ് സിലബസ് എല്ലാം ഏകദേശം എന്തായി, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കണം. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക്, നബാർഡ്, കേരള ബാങ്ക്, അതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ RBI പറയുമ്പോൾ നമുക്ക് എന്താണ് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്ലാസ് മാത്രമായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എപ്പോഴും RBIയുടെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. ഇന്ത്യൻ ബാങ്കിങ് വ്യവസ്ഥയുടെ നിയന്ത്രണ സംവിധാനമാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ മൊത്തമായിട്ട് എല്ലാ ബാങ്കുകളുടെയും നിയന്ത്രണ സംവിധാനം എന്ന് പറയുന്നത് ആരാണ്? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഞാൻ PQ എന്ന് അടയാളപ്പെടുത്താം, റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് PQ എന്ന് അടയാളപ്പെടുത്താം. അതുപോലെ നമ്മുടെ സ്വന്തം നിയന്ത്രണത്തിലുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകളുടെയും മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും ഒക്കെ കരുതൽ ധനം അല്ലെങ്കിൽ ക്യാഷ് റിസർവുകൾ കൈവശം വെക്കുന്നത് ആരാണ്? റിസർവ് ബാങ്കാണ്. അപ്പോൾ കരുതൽ ധനം അല്ലെങ്കിൽ ക്യാഷ് റിസർവുകളൊക്കെ കൈവശം വെക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ബാങ്കാണ്, കേന്ദ്ര ബാങ്കാണ്, ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് റിസർവ് ബാങ്കാണ്. രാജ്യത്തിന്റെ ബാങ്ക്, കേന്ദ്ര ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത്, ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 1935 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് നിലവിൽ വന്നത്. 1935 ഏപ്രിൽ 1, ഡേറ്റ് മാസം കറക്റ്റ് നോക്കണം കേട്ടോ. പണ്ടായിരുന്നു PSC വർഷം മാത്രം തരാം, ഇപ്പം ഡേറ്റ് മാസമൊക്കെ തരാറുണ്ട്. 1935 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, റിസർവ് ബാങ്ക് നിലവിൽ വരുന്നത്. അതുപോലെ ഇത് എങ്ങനെയാണ് ഈ റിസർവ് ബാങ്ക് പ്രവർത്തിക്കുന്നത്? RBI ആക്ട് പ്രകാരമാണ് കേട്ടോ. RBI ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏത് പ്രകാരമാണ്? എങ്ങനെയാണ്? RBI ആക്ട് 1934 RBI ആക്ട്, അതായത് RBI ആക്ട് 1934, നിലവിൽ വന്നത് 35 ഏപ്രിൽ. ഇതും പ്രീവിയസ് ആണ്. എങ്ങനെയാണ് റിസർവ് ബാങ്ക് പ്രവർത്തിക്കുന്നത്? RBI ആക്ട് 1934 പ്രകാരവും അതുപോലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അല്ലേ, ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ഇതൊക്കെ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ എവിടെയാണ്, നമ്മളിപ്പോൾ എല്ലാവരും പഠിക്കുന്ന സമയത്ത് എവിടെ എത്തി? മുംബൈ എത്തണം കേട്ടോ. PSCക്ക് പഠിക്കില്ലാന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ റിസർവ് ബാങ്കിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പോകുകയാണ് കേട്ടോ. നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ നമ്മുടെ ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പഠിക്കാന്നുള്ളത് മനസ്സിലാക്കാൻ. നമ്മൾ അങ്ങനെ ഇപ്പോൾ എവിടെ എത്തി? നമ്മളെല്ലാവരും ബോംബെയിൽ എത്തിട്ടോ. അവിടെയാണ് റിസർവ് ബാങ്കിന്റെ ഫ്രണ്ട് നിൽക്കണേ. ഓക്കെ, അത് മനസ്സിൽ കണ്ടോളൂ കേട്ടോ. മുംബൈ എത്തിട്ടോ. അപ്പൊ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. എങ്ങനെയാണ് നമ്മൾ ബോംബെയിൽ നിൽക്കണേ, മനസ്സിൽ എങ്ങനെയാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നത്? ഒന്ന് ആ പിക്ചർ നോക്കിക്കേ. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ പ്രകാരമാണ്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ പ്രകാരമാണ് എന്ത് വന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഹിൽട്ടൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമമാണ് കേട്ടോ. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ഔദ്യോഗിക പേര് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ എന്താണ് ഔദ്യോഗിക നാമമാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്യാണ്. ദയവ് ചെയ്തിട്ട് ഒരിക്കൽ ക്ലാസ് കണ്ടത് കൊണ്ട് മാത്രം നമുക്ക് എവിടെയും ആക്കില്ല. ബ്രെയിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് അല്ലേ. നമ്മൾ ഒരു തവണ പഠിച്ചിരുന്നത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ആവർത്തിച്ച് പോയാൽ മാത്രമേ നമ്മുടെ തലയിൽ അത് ഉറപ്പിച്ച് നിൽക്കുള്ളൂ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ന് ക്ലാസ് കേട്ടു പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ RBI പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും സ്വയം ചിന്തിക്കരുത്. അത് നിങ്ങളുടെ എന്താ പറയുക, വിനാശമാണ്. ഓക്കെ, നാശം എങ്ങനെ തന്നെ ഞാൻ പറയും. ഓക്കെ, അത് നാശത്തിലേക്കാണ്. നമുക്ക് ജോലി കിട്ടില്ല, അത് ഉറപ്പാണ്. ഇന്ന് നിങ്ങളിപ്പോൾ ഈ ക്ലാസ് കണ്ട് RBI പഠിച്ചു കഴിഞ്ഞു, ഞാൻ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നന്നായി പഠിച്ചു ക്ലാസ് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഓക്കെ, അത് പഠിക്കേണ്ടവർ 3 പ്രാവശ്യം
4 പ്രാവശ്യം റിവിഷൻ ചെയ്തിട്ട് മാർക്കും വാങ്ങിക്കും. ഇവിടെ ഒരു തവണ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് സ്വയം ആരും ബോധിപ്പിക്കാനില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അവനവന്റെ മനസാക്ഷിക്ക് നിരക്കുന്നത് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു പോകുക. നിങ്ങൾ മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ ആരെയും നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നിൽ കണ്ട സ്വയം അവനവനോട് ചോദിക്കുക, ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്ത് പഠിച്ചു, ഞാൻ എന്ത് റിവിഷൻ ചെയ്തു, ഞാൻ എന്തൊക്കെ ടോപ്പിക്കുകൾ പഠിച്ചു മാറ്റി, എത്രത്തോളം എനിക്ക് ആ ടോപ്പിക്കിൽ പഠിച്ചു മാറ്റി എന്നുള്ളതുകൊണ്ട് അതും ഉത്തരമല്ല. എന്താണ്, ആ പഠിച്ചത് എത്രത്തോളം പ്രാവർത്തികമാക്കി, ഇതൊക്കെ എന്ത് ചെയ്യണം, അത് സ്വയം തന്നെ എന്ത് ചെയ്യണം, പറഞ്ഞു നോക്കണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ കേരളം ഭരണ സംവിധാനം നമ്മൾ ഫുൾ ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് സ്വയം ഒന്ന് ചെയ്ത് ഈ ക്ലാസ് ഫുള്ളും കണ്ട് പഠിച്ചവര് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ സിലബസ് ഞാൻ എപ്പോഴും ഒരു ക്ലാസ് തരുന്ന സമയത്ത് അതിന്റെ സിലബസ് അടക്കം ഞാൻ ഫ്രണ്ടിൽ ഇട്ടിട്ടാണ് തരുന്നത്. ഇതൊക്കെയാണ് ടോപ്പിക് എന്ന് പറഞ്ഞത്. കാരണം എന്താണ്, ആ സിലബസ് മനഃപ്പാഠമാകാൻ വേണ്ടിയിട്ടാണ് ആ സിലബസ് നമ്മൾ ഫ്രണ്ടിൽ തന്നെ തരുന്നത്. അപ്പൊ ദിവസവും നമ്മൾ ആ ക്ലാസ് കാണുമ്പോൾ ആ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട സിലബസ് മനസ്സിൽ പതി. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എൻ്റെ അടുത്ത് സിലബസ് ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് സിലബസ് ഇല്ല. ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് സിലബസ് ഇല്ല. കാരണം സിലബസ് എന്താണ്, മൈൻഡിൽ നമുക്ക് അത്രയും ബൈ ഹാർട്ടാണ്. ഓരോ മൊഡ്യൂളും എന്താണ്, ഒരു മൊഡ്യൂൾ കഴിഞ്ഞാൽ അടുത്ത മൊഡ്യൂൾ ഏതാണെന്ന് പറയും. ആ മൊഡ്യൂളിൽ വരുന്ന എക്സ്പ്ലനേഷൻ ഏതൊക്കെ വിഷയങ്ങളാണെന്നുള്ളത് എന്താണ്, മനഃപ്പാഠമാണ്. അപ്പൊ എന്താണ്, അത്രയും നമ്മൾ ആ സിലബസിന് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം അല്ലേ. എന്നിട്ട് നിങ്ങൾ സ്വയം ചിന്തിക്കണം. കേരളം ഭരണ സംവിധാനം നമ്മൾ ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ടോപ്പിക്ക് ആ മനസ്സിൽ പിക്ചർ കാണണം. നിങ്ങളുടെ ആ സിലബസ് ഇന്നതൊക്കെയാണ് പറയുന്നത്. സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, ദുരന്തം അല്ലെ, അങ്ങനെ ഓർഡർ ആയിട്ട് പോകുന്നത് ആ സിലബസ്. ആ ടോപ്പിക്കിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഞാൻ പറയാൻ തയ്യാറാണോ, അത് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അത് നല്ല രീതിയിൽ റിവിഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യും, സ്വയം ഉത്തരം പറയും. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി കഴിയാനായിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ കഴിയാനായിട്ടുണ്ട്, ഹിസ്റ്ററി SCRT ബേസ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററികൾ ഇട്ടിട്ടുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഇട്ടിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ മാരത്തോൺ പോലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഒരു പോയിന്റ് വിടാതെ എന്ത് ചെയ്തിട്ടുണ്ട്, ഭരണഘടന ക്ലാസ് തന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് എന്താണ്, ക്ലാസ് നമുക്ക് അറിയുന്നുണ്ട്, വ്യൂസ് കമ്മിയാണ് അല്ലേ, നമുക്ക് ചാനൽ നോക്കിയാൽ, കാരണം പ്രയോജനപ്പെടുത്തുന്നില്ല. പക്ഷെ പ്രയോജനപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കുറച്ച് പേരെ കാണുന്നുള്ളെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് തരാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ പഠിക്കുക, ആരെയും ബോധിപ്പിക്കാതെ അവനവന്റെ മനസാക്ഷി നിരക്കുന്നതിന് പഠിക്കുക. ഓക്കെ, ഞാൻ അങ്ങനെയെങ്കിലും നിങ്ങൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്ത് ഓരോ ക്ലാസ്സിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഏരിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 34 റിസർവ് ബാങ്ക് ഓഫ് ആക്ട് പ്രകാരം എന്ത് ചെയ്തു, 35 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് നിലവിൽ വരികയും പിന്നെ 1949 ബാങ്ക് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. 1926 ഹിൽട്ടൺ കമ്മീഷൻ പ്രകാരമാണ് ഇത് വന്നത്, റിസർവ് ബാങ്ക് നിലവിൽ വന്നത്. ആസ്ഥാനം എവിടെയാണ്, മുംബൈയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ബാങ്കാണ്, കേന്ദ്ര ബാങ്കാണ്, ബാങ്കുകളുടെ ബാങ്ക് ഒക്കെ അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. അതുപോലെ കരുതൽ ധനം അല്ലെങ്കിൽ ക്യാഷ് റിസർവുകൾ കൈവശം വെക്കുന്നതൊക്കെ റിസർവ് ബാങ്ക് ആണ്. പിന്നെ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ആണ്. ഇത് ഹിൽട്ടൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം. ഓഫ് ഇന്ത്യയുടെ ചുമതലകൾ വരുന്നതെന്ന് നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. കറൻസി നോട്ടുകൾ ഇറക്കുക, വിദേശ നാണയ വിനിമയത്തിന്റെ ചുമതല വഹിക്കുക, രാജ്യത്തെ ബാങ്കിംഗ് മേഖലയെ നിയന്ത്രിച്ച് മെച്ചപ്പെട്ട, അതായത് എല്ലാ ബാങ്കുകളെയും നിയന്ത്രിച്ച് എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകണം. സർക്കാരിന്റെ ബാങ്കും ഏജന്റും ഉപദേഷ്ടാവുമായി പ്രവർത്തിക്കുക, വായ്പകൾ നിയന്ത്രിക്കുക, ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക. ഇതൊക്കെ എന്താണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചുമതലകളാണ്. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ ചുമതലകൾ അല്ലെ. റിസർവ് ബാങ്കിന്റെ പ്രവർത്തന നിയമങ്ങളുടെ ആമുഖത്തിൽ ബാങ്ക് പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് നോക്കിക്കേ. ആ ബാങ്ക് നോട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് മേലുള്ള നിയന്ത്രണം, സാമ്പത്തിക സുസ്ഥിരത ലക്ഷ്യമാക്കിയിട്ടുള്ള കരുതൽ ധനം സംഭരിക്കൽ, ഇവയടക്കം രാജ്യ നന്മയ്ക്ക് സഹായകമായ വിധത്തിൽ നാണ്യ വ്യവസ്ഥയും വായ്പാ സംവിധാനങ്ങളും നിയന്ത്രിക്കുക എന്നതാണ് റിസർവ് ബാങ്ക് ലക്ഷ്യമാക്കുന്നത്. അപ്പൊ റിസർവ് ബാങ്കിന്റെ ലക്ഷ്യത്തിൽ ഉൾപ്പെടാത്തത് ഏത്, റിസർവ് ബാങ്കിന്റെ ലക്ഷ്യം എന്ത് എന്ന് റിസർവ് ബാങ്കിന്റെ ആമുഖത്തിൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കണം. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആമുഖത്തിൽ പറയുന്നതാണ്. ബാങ്ക് നോട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള മേലുള്ള നിയന്ത്രണവും സാമ്പത്തിക സുസ്ഥിരത ലക്ഷ്യമാക്കിയിട്ടുള്ള കരുതൽ ധനം സംഭരിക്കൽ, ഇവയടക്കം പിന്നെ എന്തൊക്കെ ചെയ്യണം, രാജ്യത്തിന്റെ നന്മയ്ക്ക് സഹായകമായ വിധത്തിൽ നാണ്യവ്യവസ്ഥ, വായ്പാ സംവിധാനങ്ങൾ നിയന്ത്രിക്കുക എന്നൊക്കെ എന്താണ്, റിസർവ് ബാങ്കിന്റെ ലക്ഷ്യമാണ്. ഇനി എന്താണ് വായ്പാ നിയന്ത്രണം എന്ന് പറയുന്നത്? റിസർവ് ബാങ്കിന്റെ വായ്പാ നിയന്ത്രണത്തിനുള്ള
മാർഗരേഖകൾ തയ്യാറാക്കുന്നതും നടപ്പിലാക്കുന്നതും RBI ആണ്. സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് 2021 ശേഷം എക്സ്പെഷ്യലി 22-23 കാലഘട്ടത്തില് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് റിപ്പീറ്റ് വരുന്നത്. അപ്പൊ അതിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. വായ്പാ നിയന്ത്രണത്തിലുള്ള മാർഗരേഖകൾ തയ്യാറാക്കുന്നതും നടപ്പിലാക്കുന്നതും RBI ആണ്. വായ്പാ നിയന്ത്രണം എന്നാൽ ബാങ്കുകളുടെ കടം കൊടുക്കൽ സംവിധാനങ്ങൾക്ക് മേലും നിക്ഷേപ സമാഹരണത്തിന്മേലുള്ള നിയന്ത്രണങ്ങളാണ്. രാജ്യത്ത് പണപ്പെരുപ്പം ഉണ്ടാകാത്ത തരത്തിൽ റിസർവ് ബാങ്ക് ഇത്തരം സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് മേൽ ഫലപ്രദമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. സാമ്പത്തിക സംവിധാനം തടസ്സം കൂടാതെ യാഥാർത്ഥ്യമാക്കാൻ പണപ്പെരുപ്പം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇവിടെ പണപ്പെരുപ്പമാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. പണച്ചുരുക്കം, പണപ്പെരുപ്പം എന്നൊക്കെ തരും. പണപ്പെരുപ്പമാണ്. രാജ്യത്തെ മണി സപ്ലൈയുടെ തോതനുസരിച്ചാണ് സാമ്പത്തിക വികസനം യാഥാർത്ഥ്യമാകുന്നതും ഉദാസീനമാകുന്നതും. വായ്പാ നിയന്ത്രണം സംബന്ധിച്ച റിസർവ് ബാങ്കിന് വ്യവസ്ഥാപിതമായ പ്രവർത്തന രീതിയുണ്ട്. ഇവയെ പൊതുവെ മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് അറിയപ്പെടുന്നു. മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന്. ഇനി സർക്കാരിന്റെ ബാങ്കായിട്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക എന്നത് റിസർവ് ബാങ്കിന്റെ ധർമ്മമാണ്. ഇതനുസരിച്ച് കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പ നൽകുകയും മറ്റു ബാങ്കിംഗ് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. സർക്കാരുകൾക്കായി ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും വാങ്ങുന്നില്ല. ശ്രദ്ധിക്കണം കേട്ടോ, പോയിന്റ് ശ്രദ്ധിക്കണേ. സർക്കാരുകൾക്കായിട്ട് ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല? യാതൊരു പ്രതിഫലവും വാങ്ങുന്നില്ല. സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തരാം അല്ലേ. ഏതൊക്കെ നോട്ടുകളാണ് നിലവിൽ ഉപയോഗത്തിലുള്ളത്? 1 രൂപ ഒഴിച്ചിട്ടുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് ആണ്. 1 രൂപ ഒഴിച്ചിട്ടുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് ആണ്. 1 രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. നോട്ടടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണയ ശേഖരമോ കരുതലായിട്ട് സൂക്ഷിക്കുന്നത്. നോട്ടടിക്കുന്നതിന് എന്ത് വേണം? വെറുതെ നോട്ട് ഇങ്ങനെ മെഷീനിലിട്ട് അടിച്ചുകൊണ്ടിരിക്കണോ? അല്ല അല്ലെ. ആ നോട്ടടിക്കുന്നതിന് എന്ത് വേണം? നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണയ ശേഖരമോ കരുതലായിട്ട് സൂക്ഷിക്കുന്നു. ഇനി ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളുടെയും ബാങ്കാണ് RBI. ബാങ്കുകളുടെ ക്യാഷ് റിസർവ് റേഷ്യോ നിയന്ത്രിക്കുകയും എന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ CRR. ഓക്കെ, CRR നിയന്ത്രിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത് RBI ആണ്. സെക്യൂരിറ്റികളുടെ ഉറപ്പിന്മേൽ സാമ്പത്തിക സഹായം നൽകുന്നതും റിസർവ് ബാങ്ക് തന്നെയാണ്. ബില്ലുകൾ റീഡിസ്കൗണ്ട് ചെയ്ത് മറ്റു ബാങ്കുകളുടെ സാമ്പത്തിക സംവിധാനം ക്രമപ്പെടുത്താനും റിസർവ് ബാങ്കിന് അധികാരമുണ്ട്. സാധാരണഗതിയിൽ മാർക്കറ്റിൽ മണി സപ്ലൈ ഉള്ള സാഹചര്യത്തിൽ പരസ്പരം കൊടുക്കൽ വാങ്ങൽ നടത്താറുണ്ട്. എന്നാൽ അവയുടെ ഈ ധനകാര്യം ഇടപാടുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും RBI ആണ്. സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളിൽ മറ്റു ബാങ്കുകൾക്കും ഗവൺമെന്റുകൾക്കും ആശ്രയിക്കാവുന്നത് RBI ആണ്. ഇത്തരം സാഹചര്യങ്ങളിൽ മറ്റു ബാങ്കുകൾക്ക് ധനസഹായം ചെയ്യുന്നത് കൊണ്ട് RBI ഏത് അപരനാമത്തിൽ അറിയപ്പെടുന്ന? ചോദ്യം വരും. ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് എന്ത് എന്ന് ചോദ്യം വന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റാങ്ക് മേക്കിംഗ് ആയിക്കിട്ട് നമ്മളൊക്കെ ചെയ്യണം ആൻസർ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ +1 +2 SCRT ആ ഭാഗങ്ങളാണ് കേട്ടോ കിടക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ബാങ്കുകൾക്ക് ധനസഹായം ചെയ്തുകൊണ്ട് RBI ഏത് അപരനാമത്തിൽ അറിയപ്പെടുന്നു? ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്. ചോദ്യം വന്നൂടെ? ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് എന്ത്? നബാർഡ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളൊക്കെ തന്നു, കിൻഫ്ര, KSFE എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. നിയന്ത്രിക്കൽ.
ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുക വഴിയോ വായ്പകൾ വഴിയോ ആണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നത്. വായ്പയുടെ നിയന്ത്രണം റിസർവ് ബാങ്കിന്റെ ഒരു പ്രധാന ചുമതലയാണ്. വായ്പാ നിയന്ത്രണം. പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധിക്കുന്നത്. ചോദിച്ച ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധിക്കുന്നത്. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ്, അത് നന്നായി ശ്രദ്ധിക്കണം, പ്രീവിയസ് ആണ്. പലിശ നിരക്ക് കൂടുന്ന സമയത്ത് വായ്പയുടെ അളവ് കുറയുന്നു. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ 1 ലക്ഷം രൂപ ലോൺ എടുക്കുന്നു എന്ന് വെക്കാം. 10% പലിശ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 ലക്ഷം പോയിട്ട് എടുക്കുക? ഇല്ലല്ല. 1 ലക്ഷം പോയി എടുക്കാൻ പോയാൽ എന്ത് ചെയ്യും? 50,000 എടുത്തിട്ട് ഇങ്ങോട്ട് വരും. കാരണം പലിശ നിരക്ക് കൂടുതലാണ്, ഇത്രയും നമുക്ക് കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വരും. ആ സ്ഥാനത്ത് പലിശ നിരക്ക് കുറവാണെങ്കിൽ, അപ്പോൾ 4% പലിശ എടുക്കുന്നെങ്കിൽ 1 ലക്ഷം എടുക്കാൻ പോയ ആൾ എന്ത് ചെയ്യും? 2 ലക്ഷം എടുത്തിട്ട് വരും അല്ലേ? ഇതായിരിക്കും അവസ്ഥ. അപ്പൊ ഇത് മനസ്സിലായില്ല ഏരിയ? നന്നായി പഠിക്കണം കേട്ടോ. ഈ നോട്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നന്നായി പഠിക്കണം. ഇനി എന്താണ് ബാങ്കുകളുടെ ബാങ്ക്? എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് ആര്? റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ബാങ്കുകൾക്ക് ഉപദേശം നൽകുകയും ചെയ്യുക എന്നത് റിസർവ് ബാങ്കിന്റെ ധർമ്മമാണ്. റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മൾ പറഞ്ഞൂലേ 1934 ആക്ട് പ്രകാരം 1935 ഏപ്രിൽ മാസം 1-ാം തീയതി എന്ത് ചെയ്തു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു എന്ന് പറയൂലേ. ആ 35 ഏപ്രിൽ 1-ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആകെ മൂലധനം എത്ര രൂപയെ മാത്രമേ ഉള്ളൂ? ക്യാപിറ്റൽ എത്രയാണ്? 5 കോടി രൂപ മാത്രമേ ഉള്ളൂ അല്ലെ? എത്രയാണ്? 5 കോടി രൂപ ചോദിച്ചതാണ് കേട്ടോ. സ്ഥാപിത മൂലധനം എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. 5 കോടി രൂപ മാത്രമായിരുന്നു. അന്ന് ആ ബാങ്ക് പ്രവർത്തിക്കുന്ന സമയത്ത് അതൊരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് എന്ത് ചെയ്തത്? ആദ്യം റിസർവ് ബാങ്ക് പ്രവർത്തനം തുടങ്ങിയത്. ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് 35 ഏപ്രിൽ 1-ന് എന്ത് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം തുടങ്ങുന്നത്. ഇനി റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ്? കടുവയാണ് കേട്ടോ. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ്. വൃക്ഷം എണ്ണപ്പനയാണ്. കടുവയും എണ്ണപ്പനയും. ഇനി റിസർവ് ബാങ്ക് ദേശസൽക്കരിച്ചത് 1949 ജനുവരി 1-നാണ്. റിസർവ് ബാങ്ക് ദേശസൽക്കരിച്ചത് 49 ജനുവരി 1-നാണ്. 1940 ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 1934 ആക്ടും അതുപോലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരമാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നതെന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. 1949, അതായത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലാ ബാങ്കുകളും എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. 49 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം. ഓക്കെ ആണല്ലോ. ഇനി 49 ജനുവരി 1 എന്ത് പഠിച്ചു? റിസർവ് ബാങ്ക് ദേശസൽക്കരിച്ച ജനുവരി 1-ആണ് കേട്ടോ. നമുക്ക് മാർച്ച് ഏപ്രിൽ കാലഘട്ടം പോകും. ജനുവരി 1-ആണ്. ഫസ്റ്റ് മാസം തന്നെ എന്ത് ചെയ്തു? ദേശസൽക്കരിച്ചു എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള റിസർവ് ബാങ്കിന്റെ ഗവർണർമാരെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ റിസർവ് ബാങ്കിന്റെ തലവൻ എന്ന് പറയുന്നത് ആരായിരിക്കും? റിസർവ് ബാങ്കിന്റെ തലവൻ എപ്പോഴും ആരാണ്? റിസർവ് ബാങ്കിന്റെ ഗവർണറാണ്. ഇനി 1 രൂപ ഒഴികെയുള്ള എല്ലാ നോട്ടുകളിലും മറ്റെല്ലാ കറൻസി നോട്ടുകളിലും ഒപ്പിടുന്നത് ആരായിരിക്കും? റിസർവ് ബാങ്കാണ്. 1 രൂപ ഒഴികെയുള്ളതിൽ കേട്ടോ. 1 രൂപ ഒഴികെയുള്ളതിൽ എല്ലാറ്റിലും കറൻസികളിലും ഒപ്പിടുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ്. അത്രയും മൂല്യമാണ് അല്ലെ? എങ്കിൽ 1 രൂപ കറൻസി നോട്ടിൽ ഒപ്പിടുന്നത് ആരാണ്? ധനകാര്യ സെക്രട്ടറിയാണ്. ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. ധനകാര്യ സെക്രട്ടറിയാണ്. RBIയുടെ ആദ്യത്തെ ഗവർണറാണ്. ഫസ്റ്റ് ഗവർണർ ആരാണ്? ഓസ്ബോൺ സ്മിത്ത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ്. ഓക്കെ. RBIയുടെ ഫസ്റ്റ് ഗവർണർ ആരെയെന്ന് ചോദിച്ചാൽ 35 ഏപ്രിൽ 1 നിലവിൽ വന്നില്ലേ? ആ സമയത്ത് ആരായിരുന്നു ഫസ്റ്റ് ഗവർണർ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ സർ ഓസ്ബോൺ സ്മിത്ത് ആണ് കേട്ടോ. 1935 കാലഘട്ടം, 35-37 കാലഘട്ടത്തിലെ ആ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഏറ്റവും കൂടുതൽ കാലം ആദ്യത്തെ പഠിച്ചില്ലേ? ഓസ്ബോൺ സ്മിത്ത് പഠിച്ചില്ലേ? ഇനി ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിട്ടുണ്ടായിരുന്നത് ബെനഗൽ രാമറാവു ആണ് കേട്ടോ. ബെനഗൽ രാമറാവു. ബെനഗൽ രാമറാവു ആണ് ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നത്. അതുപോലെ ഏറ്റവും കുറച്ചു കാലം ആരാന്ന് ചോദിച്ചാൽ അമിതാഭ് ഘോഷാണ്. ആരാണ് ഏറ്റവും കുറച്ചു കാലം? അമിതാഭ് ഘോഷ്. ഏറ്റവും കൂടുതൽ കാലം ബെനഗൽ രാമ
റാവു. ഇനി RBIയില് ഡെപ്യൂട്ടി ഗവർണറായ ആദ്യത്തെ വനിതയാണ് KJ ഉദ്ദേശി. ആരാണ്? ഡെപ്യൂട്ടി ഗവർണർ കേട്ടോ. ഡെപ്യൂട്ടി ഗവർണർ അല്ല, ഡെപ്യൂട്ടി ഗവർണറായ ആരാണ്? വനിതയാണ് കേട്ടോ. ഡെപ്യൂട്ടി ഗവർണറായ വനിതയാണ് KJ ഉദ്ദേശി. ഇനി RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ, നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒരാളെ എന്തായിട്ടുണ്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഗവർണർ ആയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം ആരാണ്? CD ദേശ്മുഖ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. CD ദേശ്മുഖ് ആണ് RBIയില് RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ. അദ്ദേഹം 43-49 കാലഘട്ടത്തിലാണ് കേട്ടോ. 1943-49 കാലഘട്ടം CD ദേശ്മുഖ് വന്നത്. ഇനി ആദ്യമായിട്ട് കറൻസി നോട്ടിൽ ഒപ്പിട്ടത് ആരാണ്? ആദ്യമായിട്ട് ഒരു ഗവർണറാണ് എന്ത് ചെയ്യുന്നത്? കറൻസി നോട്ട് ഒപ്പിടുന്നത് പറ അല്ലെ. ആദ്യമായിട്ട് കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട RBI ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. ഓക്കെ, ആരാണ്? ജെയിംസ് ടെയ്ലർ. ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. ജെയിംസ് ടെയ്ലർ ആണ്. അദ്ദേഹം 37-43 കാലഘട്ടം. 1930 ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ 35-37 ഓസ്ബോൺ സ്മിത്ത് എന്ന്. അത് 1937 to 43 കേട്ടോ. 37 to 43 കാലഘട്ടത്തിലാണ് ആര് വരുന്നത്? ജെയിംസ് ടെയ്ലർ വരുന്നത്. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ 47 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലേ. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് ദേശസൽക്കരണ സമയത്ത് 1969 കാലഘട്ടത്തിലാണ് ആദ്യത്തെ ബാങ്ക് ദേശസൽക്കരണം ആര് കൊണ്ടുവരുന്നത് അല്ലേ? ആരാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ് അല്ലെ ബാങ്കുകൾ ദേശസൽക്കരിക്കുന്നത്. ആ സമയത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് ദേശസൽക്കരണ സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ലക്ഷ്മികാന്ത് ഝാ. ആരാണ്? ലക്ഷ്മികാന്ത് ഝാ. ഇങ്ങനെയാണ് കേട്ടോ. ഈ തെജാന്നല്ല, ലക്ഷ്മികാന്ത് ഝാ. നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട് 1969 14 ബാങ്കുകൾ ദേശസൽക്കരിച്ചു. ഇന്ദിരാഗാന്ധിയാണ് ആ സമയത്ത് പ്രധാനമന്ത്രി എന്നൊക്കെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? നമ്മളത് പഠിക്കാറുണ്ട് അല്ലേ. പക്ഷെ ആ സമയത്ത് ആരാണ് റിസർവ് ബാങ്കിന്റെ ഗവർണർ എന്ന് ചോദിച്ചാൽ ആരാണ്? ലക്ഷ്മികാന്ത് ഝാ. ആരാണ്? ലക്ഷ്മികാന്ത് ഝാ. മറക്കരുത്. ഇനി റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയ ശേഷം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ആര്? മൻമോഹൻ സിംഗ് കേട്ടോ. മൻമോഹൻ സിംഗ് ആണ് നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത്. 2016 നോട്ട് നിരോധിച്ചു അല്ലെ. ആ നോട്ട് നിരോധന സമയത്ത് ആരാണ്? നോട്ട് നിരോധന സമയത്ത് റിസർവ് ബാങ്കിന്റെ ഗവർണർ ഊർജിത് പട്ടേലാണ്. അത് ഊർജിത് പട്ടേലാണ്. ഇനി 1944 ശ്രദ്ധിക്കണേ. 1944 കാലഘട്ടത്തില് ബ്രെട്ടൻ വുഡ് സമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത റിസർവ് ബാങ്ക് ഗവർണറാണ് CD ദേശ്മുഖ്. ആരാണ്? CD ദേശ്മുഖ് ആരാണ്? നമ്മുടെ ഇന്ത്യയിൽ നിന്നും റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിട്ടുള്ള വ്യക്തിയാണല്ലേ CD ദേശ്മുഖ്. അദ്ദേഹമാണ് 1944 നടന്ന ബ്രെട്ടൻ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്തതും ആര് തന്നെയാണ്? നമ്മുടെ ഇന്ത്യക്കാരൻ തന്നെയാണ്. ഇനി റിസർവ് ബാങ്കിന്റെ ഗവർണർ ആകുന്ന RBIയിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്തായിട്ടുണ്ടായിരുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിട്ടുണ്ടായിരുന്നു നരസിംഹം. പുലിയാണല്ലേ അദ്ദേഹം അല്ലേ? നരസിംഹം അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. അദ്ദേഹം പുലിയാണ് കേട്ടോ. അതാണ് റിസർവ് ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥൻ പോയിട്ട് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആകുക എന്ന് പറയുമ്പോൾ നോക്കിക്കേ, അദ്ദേഹം ഒരു നരസിംഹം അല്ലേ? നരസിംഹമാണ് കേട്ടോ. ഇനി ശക്തികാന്ത് ദാസ് നൗ അല്ലേ. ഇപ്പൊ ആരാണ് റിസർവ് ബാങ്കിന്റെ ഗവർണർ? ശക്തികാന്ത് ദാസ് 25ാമത്തെ. നമുക്ക് ഒന്നുകൂടി ഈ ഭാഗം ഒന്ന് നോക്കാം കേട്ടോ. റിസർവ് ബാങ്കിന്റെ തലവൻ ആരാന്ന് ചോദിച്ചാൽ അത് റിസർവ് ബാങ്കിന്റെ ഗവർണറാണ്. 1 രൂപ ഒഴികെയുള്ള എല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്കിന്റെ ഗവർണറാണ്. എങ്കിൽ 1 രൂപയിൽ ഒപ്പിടുന്നത് ധനകാര്യ സെക്രട്ടറിയാണ്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണറാണ് ഓസ്ബോൺ സ്മിത്ത്. ബെനഗൽ രാമറാവു ആണ് ഏറ്റവും കൂടുതൽ കാലം എന്ത് ചെയ്തത്? റിസർവ് ബാങ്കിന്റെ ഗവർണറും. ഏറ്റവും കുറച്ചു കാലം അമിതാഭ് ഘോഷുമാണ്. ഇനി KJ ഉദ്ദേശി ഡെപ്യൂട്ടി ഗവർണർ ആവുന്ന വനിത ആരെന്ന് ചോദിച്ചാൽ KJ ഉദ്ദേശിയാണ്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരെ ചോദിച്ചാൽ CD ദേശ്മുഖ്. അദ്ദേഹം തന്നെയാണ്, നമ്മുടെ ഇന്ത്യക്കാരൻ തന്നെയാണ് 1944 ബ്രെട്ടൻ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്തത് മനസ്സിലാക്കുക. ഇനി ആദ്യമായിട്ട് കറൻസിയിൽ ഒപ്പിട്ട റിസർവ് ബാങ്കിന്റെ ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. ലക്ഷ്മികാന്ത് ഝാ ആരാണ്? 1969 കാലഘട്ടം. വർഷമൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. 1969 കാലഘട്ടത്തില് ബാങ്കുകൾ ദേശസൽക്കരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. എങ്കിൽ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആരെ ആ സമയത്ത് ചോദിച്ചാൽ ലക്ഷ്മികാന്ത് ഝാ. മൻമോഹൻ സിംഗ് എന്തായിരുന്നു പറഞ്ഞത്?
നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഗവർണറായ ശേഷം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയത് അല്ലേ. പിന്നെ ഊർജിത് പട്ടേൽ, നോട്ട് നിരോധനം നിലവിൽ വരുമ്പോൾ റിസർവ് ബാങ്കിന്റെ ഗവർണർ ഊർജിത് പട്ടേലാണ്. നരസിംഹം റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം എന്തായി റിസർവ് ബാങ്ക് ഗവർണറായിട്ട് മാറി. ഇപ്പോൾ ആരാണ്? ശക്തികാന്ത് ദാസ്. ഇനി എന്താണ് പൈസ ബോൾത്ത ഹൈ? എന്താണ് പൈസ ബോൾത്ത? ബോൾത്ത എന്നാട്ടോ, ബോൾത്ത, സോറി, പൈസ ബോൾത്ത ഹൈ. എന്താണ് ഇത് പറയുന്നത്? നമ്മുടെ റിസർവ് ബാങ്ക്, ഓരോന്ന് ശ്രദ്ധിക്കണം കേട്ടോ. റിസർവ് ബാങ്ക് കള്ളനോട്ടുകളെ പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് ഒരു വെബ്സൈറ്റ് എന്താണ് ഈ ഒരു വെബ്സൈറ്റ് തുടങ്ങിയതാണ് കേട്ടോ. ഏതാണ് വെബ്സൈറ്റിന്റെ പേരാണ്? പൈസ ബോൾത്ത ഹൈ എന്ന വെബ്സൈറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നതാണ്, കള്ളനോട്ടുകളെ പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്താണ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ്? വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് നമ്മുടെ കേന്ദ്രത്തിലെയും ഇങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന താൽക്കാലിക വായ്പയാണ് കേട്ടോ. ഇത് താൽക്കാലിക വായ്പ. കേന്ദ്ര ഗവൺമെന്റുകൾക്കോ സംസ്ഥാന ഗവൺമെന്റുകൾക്കോ റിസർവ് ബാങ്ക് താൽക്കാലികമായി കൊടുക്കുന്ന വായ്പയാണ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, അഡ്വാൻസസ്. ഇനി എന്താണ് മണി? മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ എന്നാണ് ഫുൾ ഫോം. മണിയുടെ ഫുൾ ഫോം എന്താണ്? മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ. എന്തിനാണ് ഈ മണി? കാഴ്ച പരിമിതി. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇത് പ്രീവിയസ് ആണ്. കാഴ്ച പരിമിതി അല്ലേ, അന്തർക്ക് കേട്ടോ, കാഴ്ച പരിമിതി ഉള്ളവർക്ക് കറൻസി നോട്ടുകളിലെ മൂല്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് RBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. 10 രൂപ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് 10 രൂപ നോട്ട് തന്നെയാണെന്ന് എന്ത് ചെയ്യണം? ആ കാഴ്ച പരിമിതിയുള്ളവർക്ക് മനസ്സിലാകണം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ആപ്ലിക്കേഷൻ എന്ത് ചെയ്തത്? കൊണ്ടുവന്നത്. ഇനി RBIയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ATM തട്ടിപ്പുകൾ നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ATM തട്ടിപ്പുകൾ നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇനി എന്താണ് കാമത്ത് കമ്മിറ്റി എന്ന് പറയുന്നത്? നമ്മൾ കോവിഡ് ഉണ്ടായി അല്ലേ, COVID-19 വൈറസിന്റെ ആ പശ്ചാത്തലത്തില് വായ്പകൾ പുനഃക്രമീകരിക്കാനുള്ള സാമ്പത്തിക നയങ്ങൾ നിർദ്ദേശിക്കാൻ റിസർവ് ബാങ്ക് നിയമിച്ച കമ്മിറ്റിയാണ് കാമത്ത് കമ്മിറ്റി. അപ്പൊ കാമത്ത് കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാമത്ത് കമ്മിറ്റി. COVID-19 പശ്ചാത്തലത്തില് വായ്പകൾ പുനഃക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 1995 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1995 കാലത്താണ് ബാങ്കിങ് ഓംബുഡ്സ്മാന് നിലവിൽ വന്ന്. എന്തിനാണ് ഓംബുഡ്സ്മാനെയൊക്കെ നിയമിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിലെ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ബാങ്കിനെ കുറിച്ചിട്ട് പരാതി ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ പരാതി കൊടുത്താൽ മതി? അപ്പൊ ബാങ്കിങ് ഓംബുഡ്സ്മാന് പരാതി കൊടുത്താൽ മതി. വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. 1995 ബാങ്കിങ് ഓംബുഡ്സ്മാന് നിലവിൽ വരുന്നത്. ഇനി റിസർവ് ബാങ്കിന് നമ്മളിപ്പോ എവിടെയാണ്? ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലാണോ? അല്ല അല്ലേ, നമ്മൾ റിസർവ് ബാങ്കിന്റെ മുന്നിലല്ലേ ഇപ്പൊ നിൽക്കുന്നത്. അവിടെ ഏത് സ്ഥലത്താണ്? ബോംബെയിലല്ലേ നിൽക്കുന്നത്. പക്ഷേ റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ആസ്ഥാനം എവിടെയായിരുന്നു? കൊൽക്കത്തയായിരുന്നു കേട്ടോ. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ആസ്ഥാനം കൊൽക്കത്തയാണ്. പിന്നീടാണ് ബോംബെയിലേക്ക് എന്ത് ചെയ്തത്? മുംബൈയിലേക്ക് മാറ്റിയത്. ഇനി വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്താണ്? വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, വായ്പകളുടെ നിയന്ത്രകൻ, ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ ആരാണ്? നബാർഡാണ്. RBIയുടെ എന്താണ്? വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആരെയെന്ന് ചോദിച്ചാൽ RBI ആണ്. വായ്പകളുടെ നിയന്ത്രകൻ ആരെയെന്ന് ചോദിച്ചാൽ അത് RBI ആണ്. എങ്കിൽ ഇവിടെ ഈ രണ്ടെണ്ണം അതിനാണ് അടുപ്പിച്ച് തന്നത് കേട്ടോ, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. വായ്പകളുടെ നിയന്ത്രകൻ ആരെ എന്ന് ചോദിച്ചാൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പക്ഷേ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്ന് ചോദിച്ചാൽ അത് നബാർഡാണ് കേട്ടോ. രണ്ടും ശ്രദ്ധിക്കണം. വായ്പകളുടെ നിയന്ത്രകൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ നബാർഡാണ്. പഠിച്ചല്ലോ. ഇനി എന്താണ് IMF, അതായത് ഇന്ത്യൻ മോണിറ്ററിംഗ് ഫണ്ടിലും എന്താണ് വായ്പകളുടെ നിയന്ത്രണം പറഞ്ഞു, ചെറുകിട വായ്പകളുടെ പറഞ്ഞു. അതുപോലെ നമ്മുടെ അന്താരാഷ്ട്ര നാണയ നിധിയിൽ നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? IMF-ൽ ഇന്ത്യൻ മോണിറ്ററിംഗ് ഫണ്ടില് നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതും ആര് തന്നെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. മനസ്സിലാക്കണം. ഇനി എന്താണ് രാജു ആൻഡ് ദ 40 thieves? രാജു
പിന്നെ എന്താണ് 40 കള്ളന്മാരും അല്ലേ 40 thieves. എന്താണ് ഇത് പറയുന്നത്? നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പ് അല്ലേ? ബാങ്ക് അക്കൗണ്ടുകൾ ഒരുപാട് തട്ടിപ്പ് നമുക്കൊക്കെ മെസ്സേജ് വരാറില്ലേ? 5000 വിൻ ചെയ്തു, 2500 വിൻ ചെയ്തു, 6000 വിൻ ചെയ്തു. നമ്മൾ ഇരുന്ന് മെസ്സേജ് വരും, 4 പ്രാവശ്യമെങ്കിലും ആ മെസ്സേജ് വായിച്ചിട്ടുണ്ടാവും അല്ലേ? ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത്. അത് വ്യാജമായിരിക്കും, പക്ഷെ എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ എന്ത് ചെയ്യും? ആ മെസ്സേജ് ഒരു 4 പ്രാവശ്യം അങ്ങനെ വായിച്ചിട്ടുള്ള ഒരു താഴെ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ വായിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ഒരു കാർട്ടൂൺ പുസ്തകമാണ് കേട്ടോ. രാജുവും രാധയൊക്കെ നമ്മൾ ബാലരമി പഠിക്കാറില്ലേ? അത് ആലോചിച്ചാൽ മതി കേട്ടോ. ഇതൊരു എന്താണ്? അതൊരു കാർട്ടൂൺ അല്ലേ? രാജുവും രാധയും ഡാഗിനിയിലെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇന്ന് വായിച്ചതാണ്. ഓക്കെ, രാജു ആൻഡ് ദ 40 thieves. എന്താണ്? ഇതൊരു കാർട്ടൂൺ പുസ്തകമാണ് കേട്ടോ. ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി. ഇനി അമിതാഭ് ബച്ചൻ. എന്താണ് അമിതാഭ് ബച്ചൻ? RBIയുടെ സാമൂഹിക ബോധവൽക്കരണ പ്രചരണ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ്. ബ്രാൻഡ് അംബാസിഡർ ആണ് ആര്? അമിതാഭ് ബച്ചൻ. ഇനി ഈ കുബേർ എന്താണ്? നമ്മുടെ ഇന്ത്യയില് ഓരോ ബാങ്കുകൾക്കും RBIയില് ഒരു കറന്റ് അക്കൗണ്ട് നൽകുന്നതും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പ്രയോജനപ്പെടുത്തുന്നതുമായ റിസർവ് ബാങ്കിന്റെ ഒരു കോർ ബാങ്കിംഗ് സംവിധാനമാണ്. റിസർവ് ബാങ്കിന്റെ ഒരു കോർ ബാങ്കിംഗ് സംവിധാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഈ കുബേർ ആണ്. ഇനി എന്താണ് DPI? ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ് എന്നാണ് ഫുൾ ഫോം. ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ്. നമ്മുടെ ഇന്ത്യയില് ഡിജിറ്റൽ വൽക്കരണം വിലയിരുത്താനായിട്ട് RBI തയ്യാറാക്കുന്ന സൂചി. നമ്മൾ ഇൻഡെക്സ് പ്രഖ്യാപിക്കാറുണ്ടല്ലേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓരോന്നിന്റെ ഇൻഡെക്സ് പ്രഖ്യാപിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സൂചികയാണ് ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, 1441 ഡിജി സാത്തി. എന്താണിത്? ഡിജിറ്റൽ പണമിടപാട് സംബന്ധിച്ച എല്ലാ സംശയങ്ങളും പരിഹരിക്കാനായിട്ട് RBI പുറത്തിറക്കിയ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആ 14431 ഹെൽപ്പ് ലൈനിന്റെ പേരാണ് ഇത് ഡിജി സാരഥി. 14431 ഹെൽപ്പ് ലൈൻ നമ്പറിന്റെ എന്താണ്? പേരാണ് ഇത് ഡിജി സാരഥി. എന്താണ്? ഡിജി സാരഥി. ഇനി എന്താണ് ദാക്ഷ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച അഡ്വാൻസ്ഡ് സൂപ്പർവൈസറി മോർണിംഗ് സിസ്റ്റം. അഡ്വാൻസ്ഡ് സൂപ്പർവൈസറി മോണിറ്ററിംഗ് സിസ്റ്റം ആണ് ദാക്ഷ് എന്ന് പറയുന്നത്. ഇനി ഉത്കർഷ് 2022 റിസർവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു സംരംഭമാണ് ഉത്കർഷ് 2022. ഇനി UPI 123 പേ. എന്താണ് UPI 123 പേ? ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം? നമ്മുടെ ഫീച്ചർ ഫോണുകളിലൂടെ പണമിടപാട് നടത്താനായിട്ട് RBI പുറത്ത്. നമുക്ക് ഇന്റർനെറ്റ് ഒന്നും വേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം? ഫീച്ചർ ഫോണുകളിലൂടെ പണമിടപാട് നടത്താനായിട്ട് RBI പുറത്തിറക്കിയ സംവിധാനമാണ്. അതിന് ഇത്ര എമൗണ്ട് പരിധി ഉണ്ട് കേട്ടോ. അതിൽ നമ്മുടെ ഇഷ്ടം പോലെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പിൻവലിക്കാനോ ചെയ്യാനൊന്നും പറ്റില്ല. ഇനി ഡിജിറ്റൽ പണമിടപാടുകളിലെ തട്ടിപ്പിനെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനും റിസർവ് ബാങ്ക് ആരംഭിച്ച ക്യാമ്പയിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ ഒളിമ്പിക് താരമാണ് നീരജ് ചോപ്ര. അപ്പൊ 2 വ്യക്തികൾ ഇവിടെ വന്നിട്ടുണ്ട്, അമിതാഭ് ബച്ചനും നീരജ് ചോപ്രയും. പ്രചരണ പരിപാടികൾക്കൊക്കെ നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കുന്നത് പൊതുവെ റിസർവ് ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് ചോദിക്കാം അല്ലെ? അത് തന്നെ അമിതാഭ് ബച്ചനാണ്. നീരജ് ചോപ്ര വന്നിട്ട് ഡിജിറ്റൽ പണമിടപാടുകളിലെ തട്ടിപ്പിനെ കുറിച്ചിട്ടാണ് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നത് കേട്ടോ. അതാണ് നീരജ് ചോപ്ര. ഇനി എന്താണ് പോസിറ്റീവ് പേ പറയുന്നത്? നമ്മുടെ ചെക്ക് ഇടപാടുകളില് തട്ടിപ്പില് വ്യാജ ചെക്കാണെന്നൊക്കെ പറയാറുണ്ടല്ലേ? ചെക്ക് ഇതായി പോയി എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ചെക്ക് ഇടപാടുകള് തട്ടിപ്പുകൾ തടയുന്നതിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച പുതിയ സംവിധാനമാണ് പോസിറ്റീവ് പേ. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് അങ്ങോട്ട് കിടക്കാം. നമ്മുടെ കേരളത്തിൽ എന്താണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം? നമ്മുടെ കേരളത്തിലെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം പ്രീവിയസ് ആണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഏതാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. നാണയങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്? ന്യൂമിസ്മാറ്റിക്സ് ആണ് കേട്ടോ. നാണയങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം ന്യൂമിസ്മാറ്റിക്സ് ആണ്. ഇനി
നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് 1 രൂപ നാണയം ഇറക്കിയത് 1962 കേട്ടോ. 1 രൂപയുടെ നാണയം നിങ്ങളുടെ കയ്യിൽ 1 രൂപ നാണയം കൈ കിട്ടില്ലേ, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, 1962 വന്നതാണ് ഈ നാണയം എന്ന് എന്ത് ചെയ്യുക, ഇടയ്ക്ക് കണക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പിന്നെ റിവിഷൻ വരില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നെഗറ്റീവ് ഇല്ലാതെ ആൻസർ ചെയ്യാനായിട്ടും പറ്റും. 1962 1 രൂപ നാണയം പുറത്തിറക്കുന്നത്. ഇനി ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ജവഹർലാൽ. ഒക്കെ പ്രീവിയസ് ആണ് കേട്ടോ. നമ്മുടെ 1 രൂപ നാണയത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് 1 രൂപ നാണയങ്ങൾ ഇറക്കിയത് 1962 പറഞ്ഞു. ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യത്തെ വിദേശി, അതായത് നമ്മുടെ ഇന്ത്യയുടെ നാണയത്തിൽ ഒരേ ഒരു വിദേശിയുടെ നാണയം മാത്രമേ വന്നിട്ടുള്ളൂ. ആരുതാണ് അത്? ലൂയി ബ്രെയിലിയാണ് കേട്ടോ. ലൂയി ബ്രെയിലിന്റെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പിക്ചർ നമ്മുടെ ഇന്ത്യൻ നാണയത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ശ്രീനാരായണ ഗുരു, ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ കേരളീയൻ ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരു ആണ്. ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ കേരളീയ വനിത ആരെന്ന് ചോദിച്ചാൽ അത് അൽഫോൺസാമയാണ്. എന്താണ്? അൽഫോൺസാമ. ഇനി നമ്മുടെ ഇന്ത്യൻ കറൻസി നോട്ടില് മലയാളം എത്രാമത്തെ ഭാഷയായിട്ടാണ്? 7ാമത്തെ ഭാഷയായിട്ടാണ് നമ്മുടെ മലയാളം എന്ത് ചെയ്തിരിക്കുന്നത് നോക്കണം കേട്ടോ. ഒരു നോട്ടിൽ ഒരു കറൻസി എടുത്തിട്ടേ നിങ്ങൾ അതിൽ നോക്കിയാണ് എത്രാമത്തെ ഭാഷയായിട്ടാണെന്ന് നോക്കണം കേട്ടോ. മലയാളം 7ാമത്തെ ഭാഷയായിട്ടാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ രൂപയുടെ ചിഹ്നം അല്ലേ, നമ്മളിങ്ങനെ കാണില്ലേ, എങ്ങനെയാണ് റസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണില്ലേ, ആ റസ് അത് എങ്ങനെയാ വന്നത്? 2010 ജൂലൈ 15 ഇന്ത്യയുടെ രൂപയുടെ ചിഹ്നമായിട്ട് എന്ത് ചെയ്യുന്നത്, ഔദ്യോഗികമായിട്ട് സ്വീകരിച്ചത്. ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. 2010 ജൂലൈ 15 അതിലെങ്ങനെയാണ്? ദേവനാഗരി ലിപിയും ലാറ്റിൻ ലിപിയും കൂടി ചേർന്ന ഒരു സംയുക്ത രൂപമാണ് ഈ ചിഹ്നം. എങ്ങനെ ചിഹ്നം കാണാറില്ലേ? ഈ ചിഹ്നം എങ്ങനെയാണ്? ദേവനാഗരി ലിപിയും ലാറ്റിൻ ലിപിയും കൂടി ചേർന്നതാണ്. ഇത് രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഡി ഉദയകുമാറാണ്. ഒരു പ്രാവശ്യം ഈ ക്വസ്റ്റ്യനില് ഡി ഉദയകുമാർ, പി ഉദയകുമാർ, സി ഉദയകുമാർ എന്ന് തന്നു കേട്ടോ. 4 ഓപ്ഷനിൽ ഉദയകുമാർ ആയിരുന്നു, പക്ഷെ ഇനീഷ്യലി മാറ്റി. ഇവിടെ ശ്രദ്ധിക്കണം, ഡി ആണ് കേട്ടോ. ഡി ഉദയകുമാറാണ്. 2010 ജൂലൈ 15 ഈ എന്ത് ചെയ്യുന്നത്, ഈ ചിഹ്നം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ദേവനാഗരി ലിപിയും ലാറ്റിൻ ലിപിയും കൂടി ചേർന്നതാണ്. മനസ്സിലായല്ലോ? ഇനി എന്താണ് SPMCIL അല്ലേ? സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. 2006 ജനുവരി മാസം 13 ഈ സ്ഥാപനം വന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം? ന്യൂഡൽഹിയിലാണ് കേട്ടോ. ഈ സ്ഥാപനം വന്നത് ന്യൂഡൽഹിയിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇന്ത്യയിലെ നാണയങ്ങളുടെയും അതുപോലെ കറൻസികളുടെയും നിർമ്മാണശാലകളെയൊക്കെ നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനം ഏത്? നമ്മുടെ ഇന്ത്യയിലെ നോട്ടുകളുടെയും നാണയങ്ങളുടെയും ഒക്കെ എന്താണ് നിർമ്മിക്കുന്ന ശാലകൾ ഉണ്ടാവില്ലേ, ആ നിർമ്മാണശാലകളിലേക്ക് നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. 2006 ജനുവരി 13 ന്യൂഡൽഹിയിൽ സ്ഥാപിതമായത്. നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ എത്ര പ്രാവശ്യം നോട്ട് നിരോധിച്ചിട്ടുണ്ട്? പ്രീവിയസ് ഈ അടുത്ത് നടന്ന എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. 3 തവണയാണ് നോട്ട് നിരോധിച്ചിരിക്കുന്നത്. 46, 78, 2016. ഇവിടെയും 6 ഉണ്ട്, ഇവിടെയും 6 ഉണ്ട് കേട്ടോ. 1946, 78, 2014 3 തവണയാണ് നോട്ടുകൾ നിരോധിച്ചത്. 1946 ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 1946 കാര്യം നോക്കാം. 1946 500 രൂപയുടെ നോട്ടും 1000 രൂപയുടെ നോട്ടും 10,000 രൂപയുടെ എന്ത് ചെയ്തു, നോട്ടുകൾ പിൻവലിച്ചു. ആ സമയത്ത് 46 കാലഘട്ടത്തിൽ ആരായിരുന്നു? നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ ആയിരുന്നു. അപ്പോൾ CD ദേശ്മുഖ് ആയിരുന്നു എന്ത് ചെയ്തത്, റിസർവ് ബാങ്കിന്റെ ഗവർണറായിട്ട് ഉണ്ടായിരുന്നത്. ഇനി 1954 കാലഘട്ടമായപ്പോൾ എന്ത് ചെയ്തു, ഇതിനെന്ത് ചെയ്തു, നോട്ടുകൾ വീണ്ടും പുനരാരംഭിച്ചു. 500ഉം 1000ഉം നോട്ടുകൾ, 10,000 നോട്ടുകളൊക്കെ എന്ത് ചെയ്തു, വീണ്ടും നിലവിൽ വന്നു കേട്ടോ. 46 അതിനെ നിരോധിച്ചെങ്കിലും 54 കാലഘട്ടത്തിൽ അത് വീണ്ടും എന്ത് ചെയ്തു, പുനരാരംഭിച്ചു. ഇനി അങ്ങനെ 1978 കാലഘട്ടമായപ്പോൾ രണ്ടാമത് നോട്ട് നിരോധനം നിലവിൽ വന്നു. 1978 ജനുവരി മാസം 16 നോട്ട് നിരോധിച്ചു. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി എന്നായിരുന്നു. മൊറാർജി ദേശായിലെ ജനതാ ഗവൺമെന്റിന്റെ. ഇനി 2016 അങ്ങനെ 2016 എത്തുമ്പോൾ ആരാണ്?
മോദിയാണ് കേട്ടോ. 1978 കാലത്ത് മൊറാർജി ദേശായിയും 2016 കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയുമായിരുന്നു. ഏതൊക്കെയാണ് 2016 പിൻവലിച്ചത്? 500ന്റെയും 1000 രൂപയുടെ. ഓഹോ, നമ്മൾ നല്ല രസമായിരുന്നില്ലേ ആ സമയത്ത് ഒരു ഓട്ടം, ഒരു ബാങ്കിലേക്ക് പോക്ക്. ഓക്കെ, 500 രൂപയുടെയും 1000 രൂപയുടെ നോട്ടുകളൊക്കെയാണ് എന്ത് ചെയ്തത്? 2016 പിൻവലിച്ചത്. ഓക്കെ, എപ്പോഴാണ് നോട്ട് നിരോധനം? ആ ഡേറ്റ് എപ്പോഴാണ്? ഇത് പ്രീവിയസ് ആണ് കേട്ടോ. 2016 നവംബർ 8 8ന്റെ പണി കിട്ടി പറയില്ലേ, നമുക്ക് 8ന്റെ പണി കിട്ടി പറയും. അപ്പൊ ഓർക്കണം, 2016 നവംബർ മാസം 8നാണ് എന്ത് ചെയ്തത്? നരേന്ദ്രമോദി നോട്ടുകളുടെ നിരോധനം എന്ത് ചെയ്തത്? പ്രഖ്യാപിച്ചു. നവംബർ 9 എന്ത് ചെയ്തു? അത് പ്രാബല്യത്തില് വരികയും ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ റിസർവ് ബാങ്കിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി വേറെ കുറച്ച് ബാങ്കുകളും കൂടി ഉണ്ട്, അതൊരു ക്ലാസ്സും കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് സുപ്രധാന നിയമങ്ങൾ എന്ന ക്ലാസ്സിലേക്ക് കടക്കണം. അപ്പൊ നമ്മൾ ഏതൊക്കെ ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ കേരളം ഭരണ സംവിധാനം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏത് കഴിഞ്ഞു? എക്കണോമിക്സ് രണ്ട് ക്ലാസ്സും ഉണ്ടാവും കേട്ടോ. കുറച്ചും കൂടി തരാനുണ്ട്. ദേശീയ വരുമാനം നമുക്കൊന്ന് പറഞ്ഞു തരണം. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടമാകണേ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് ഒന്ന് താഴെ അഭിപ്രായം കൂടിയിട്ട് ഒന്ന് രേഖപ്പെടുത്തണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് ഇനേബിൾ ചെയ്തിടണം. തീർച്ചയായിട്ടും ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം താഴെ ഒന്ന് രേഖപ്പെടുത്തണം. കാരണം നമുക്ക് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ PSC നേരത്തെ തന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്കണോമിക്സിൽ കുറച്ചും കൂടി പഠിക്കാനുണ്ട്. 2-3 ക്ലാസ് എന്തായാലും തരാം കേട്ടോ. കാരണം നമ്മളങ്ങനെ ഒപ്പിച്ചിട്ട് പോകുന്ന പരിപാടി ഇവിടെ ഇല്ല. അതുകൊണ്ട് തരാൻ പറ്റുന്ന ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, തരാം. അപ്പോൾ തീർച്ചയായിട്ടും താഴെ അഭിപ്രായം കൂടിയിട്ടൊന്ന് രേഖപ്പെടുത്താം. റിവിഷൻ ചെയ്യണം കേട്ടോ, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യണേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരുപാട് നന്ദി.